ഞാൻ ഇന്നത്തെ ആക്ച്വലി വീഡിയോ ഇടാനുള്ള വൺ ഓഫ് ദ മേജർ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു 3 months ആയിട്ട് ഞാൻ കുറച്ച് ന്യൂ ലോഞ്ച് അഫോർഡബിൾ സെഗ്മെന്റ് പ്രൈസിങ്ങിലുള്ള പ്രോജക്റ്റ് ലിസ്റ്റ് ചെയ്തിരുന്നു. ദാറ്റ് മീൻസ് ഒരു 35 lakhs to 40 lakhs എന്നുള്ള റേഞ്ചിലുള്ള ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു റേഞ്ചിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ലിസ്റ്റിംഗ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ദേർ വർ ലോട്ട് ഓഫ് ന്യൂ ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റേഴ്സ് റീച്ച്ഡ് ഔട്ട് ടു മീ. സോ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഫസ്റ്റ് ടൈമാണ് അവരുടെ ലൈഫിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എനിക്കും ഒരു ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നു. നമ്മളെല്ലാം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ഗ്യാപ്പിൽ നമുക്ക് പല എക്സ്പെക്ടേഷൻസിലും പല അണ്ടർസ്റ്റാൻഡിങ്ങിലും പല ട്രയൽ ആൻഡ് എററും ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രോജക്റ്റിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിലേക്ക് കൺക്ലൂഷൻ വരുന്നത്. സോ ആ സ്റ്റേജിൽ ഞാൻ ഫീൽ ചെയ്ത ചില മിസ്റ്റേക്സ്, ഈ ആസ് എ ന്യൂ ഇൻവെസ്റ്റർ ഞാൻ അടക്കം ചെയ്ത ചില മിസ്റ്റേക്സ് ആണ് ആക്ച്വലി എനിക്ക് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. കാരണം ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ വേണ്ടി മാത്രമുള്ളതല്ല. ബിക്കോസ് കറണ്ട് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിനനുസരിച്ച് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും കൂടി ഈ വീഡിയോയിൽ ആക്ച്വലി കവർ ചെയ്യുന്നുണ്ട്. ആസ് എ ഫസ്റ്റ് ഇൻവെസ്റ്റർ ഓർ ആസ് എ റിയൽ എസ്റ്റേറ്റ് റെസിഡൻഷ്യൽ ഇൻവെസ്റ്റർ എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനുള്ള മേജർ ഇതെന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, നോട്ട് ഓൺ റെന്റൽ. കാരണം മിക്ക ആൾക്കാരും അവരൊരു പ്രോപ്പർട്ടിയെ കുറിച്ച് ലിസ്റ്റിങ്ങിന്റെ ഫസ്റ്റ് ചോദ്യം അവർ ചോദിക്കുന്നത് എത്ര റെന്റ് കിട്ടും എന്നുള്ളതാണ്. അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള എൻ്റെ ഒരു വൺ ടൈം ആൻസർ ആണ് ദാറ്റ് 3%, 2.5 to 3%. നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും അതിന്റെ ടാക്സും അതിന്റെ എക്സ്പെൻസും എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 2.5 to 3% വരെ കിട്ടുന്നുള്ളൂ. സോ റെന്റലിൽ ഒരു 5,000 രൂപ 6,000 രൂപ എക്സ്ട്രാ കിട്ടുന്നു എന്നുള്ളത് നിങ്ങളുടെ സ്കെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വലിയ മാച്ച് ഇല്ല. സോ ആസ് എ പേഴ്സൺ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ റെന്റൽ അല്ല ആക്ച്വലി ഫോക്കസ് ചെയ്യേണ്ടത്. അവർ ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെ നിങ്ങളുടെ കോർപ്പസ് ഡബിൾ ആക്കാം, അല്ലെങ്കിൽ കോർപ്പസ് ഒരു 30% 40% ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. നിങ്ങൾ ഒരിക്കലും റെന്റലിന്റെ പുറകെ പോകരുത്. ഈ റെന്റലിന്റെ പുറകെ പോകുമ്പോൾ ഉള്ള മേജർ പ്രോബ്ലം എന്ന് വെച്ചാൽ യു വിൽ എൻഡ് അപ്പ് ഇൻ റെഡി ടു മൂവ് ഇൻ പ്രോജക്ട്സ് മോശമാണെന്നല്ല, പക്ഷേ സർട്ടൻ മാർക്കറ്റ്സിൽ നമുക്ക് റെഡി ടു മൂവ് ഇൻ പ്രോജക്ട്സിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റെന്റൽ പാർട്ടിൽ സ്റ്റക്ക് ആവും. ആൻഡ് സ്പെഷ്യലി ഞാൻ സംസാരിക്കുന്ന ആൾക്കാർ അവരുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ലോണിലാണ് പോകുന്നത്. സോ ലോണിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 7.5 to 8%, 8.5 ഇപ്പോൾ ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് സിബിലിന് പല വേരിയേഷൻസ് ഉണ്ടാവും. 8% വരെ ലോൺ എടുത്തിട്ട് 3% റിട്ടേൺ കിട്ടുന്ന ഒരു പ്രോഡക്റ്റിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഇറ്റ്സ് നോട്ട് എ റൈറ്റ് വേ ടു യൂസ് യുവർ മണി. ആൻഡ് റിയൽ എസ്റ്റേറ്റ് വിട്ടേക്ക് ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ ടു യൂസ് ദ മണി. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 8 ആയിക്കോട്ടെ 9 ആയിക്കോട്ടെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, ഓവർ ദ ടൈം കൊടുക്കുന്ന എമൗണ്ടിൽ എന്തോരും അത് എക്സ് ആക്കാം, 1x, 0.5x or 2x എങ്ങനെ ആക്കാം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ആക്ച്വൽ സ്റ്റഡി. 8% ഇൻട്രസ്റ്റ് എടുത്തിട്ട് നമ്മൾ ആ ഫുൾ എമൗണ്ട് കൊണ്ടുപോയി ഇടുന്നു, നമ്മുടെ ലോൺ സ്റ്റാർട്ട് ആവുന്നു. 1 കോടിയുടെ അപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് 25,000 രൂപ റെന്റ് കിട്ടുന്നു, 2.5%. ആൻഡ് ഈ 1 crore മുകളിൽ നിങ്ങൾ ഇന്റീരിയർ രജിസ്ട്രേഷൻ എല്ലാം കൂടി കഴിഞ്ഞതൊരു 1.15 കൊണ്ടെത്തി. അപ്പൊ നിങ്ങളുടെ 2.5 എന്നുള്ള റെന്റിൽ ഏകദേശം 2%ലേക്ക് എത്തി. സോ ഡോണ്ട് മേക്ക് ദാറ്റ് മിസ്റ്റേക്ക്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ റൈറ്റ് വേ ടു അപ്രോച്ച്. രണ്ടാമത്, ഡോണ്ട് യൂസ് യുവർ എൻറ്റയർ മണി. നിങ്ങൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സേവിങ്സ് ഒക്കെ ആയിട്ട് ഒരു 30 ലക്ഷം ഉണ്ടെന്നിരിക്കണം. നിങ്ങൾ വാങ്ങുന്ന ഒരു 1 crore ലെറ്റ്സ് സേ 50 ലക്ഷത്തിന്റെ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങുന്നു. നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. ഈ 10 ലക്ഷം ഇട്ടിട്ട് ബാക്കി 40 ലോൺ എടുത്ത് ഉടനെ ഒരു റെഡി ടു മൂവിന് എടുക്കാതെ ഗോ ഫോർ ആൻഡ് ഫൈൻഡ് ഔട്ട് സം ഗുഡ് അണ്ടർ കൺസ്ട്രക്ഷൻ പ്രോജക്ട്. എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സേ പ്രീ ലോഞ്ചിൽ നിങ്ങൾക്ക് ഒരു പ്രൈസ് കിട്ടും. ആ പ്രൈസ് എങ്ങനെ പോയാലും കുറേ ഫാക്ടേഴ്സ് ഉണ്ട് നോക്കാൻ. അതിന് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം ആ ഫാക്ടേഴ്സ് എന്നുള്ളത്, ബിൽഡേഴ്സിന്റെ റെപ്യൂട്ടേഷൻ, മാർക്കറ്റ് അപ്രീസിയേഷൻ, ഇതെല്ലാം മാറ്റർ ചെയ്യുന്നുണ്ട്. ഏത് ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിന്റെ ഏരിയയിൽ എന്തൊക്കെ സ്കൂൾസ് ഉണ്ട്, ഡെവലപ്മെന്റ്സ് ഉണ്ട്, അതിന്റെ ബേസിസിലാണ് അപ്രീസിയേഷൻ വരുന്നത്. സോ അങ്ങനെയുള്ള പ്രോജക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ആസ് എ പേഴ്സൺ ഇൻ യൂസിങ് മണി, ആൻഡ് ഐ ക്യാൻ ഹെൽപ്പ് യു ഓൺ ദാറ്റ് ഓൾസോ. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ 10% ഇൻവെസ്റ്റ് ചെയ്യുന്നു, 10% നിങ്ങൾ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ബാക്കി 90% നിങ്ങൾ കൺസ്ട്രക്ഷൻ ലിങ്ക് പേയ്മെന്റിൽ പോവുക. ദാറ്റ് മീൻസ് നിങ്ങളുടെ 10% കഴിഞ്ഞ് എഗ്രിമെന്റ് ചെയ്യുന്ന അനദർ 10%ലായിരിക്കും. സോ 50 lakhs 10%, 5 ലക്ഷമാണ് ബാങ്ക് റിലീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് മാത്രം ഓപ്റ്റ് ചെയ്യാം. സോ ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് മാത്രം പേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ബാങ്കിൽ. അതിപ്പോൾ കൺസ്ട്രക്ഷൻ കിട്ടുന്നതിന് വരെ നിങ്ങൾ ഇൻട്രസ്റ്റേ പേ ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ നിന്ന് വലിയൊരു എമൗണ്ട് പോകുന്നില്ല. സോ എൻ്റെ ഒരു തോട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് കംപ്ലീറ്റ്ലി കൊണ്ട് റിയൽ എസ്റ്റേറ്റിൽ ബ്ലോക്ക് ചെയ്യരുത് എക്സ്പെക്ടിങ് റെന്റൽ. യു ഷുഡ് യൂസ് ദറ്റ് ലെവറേജ്. സോ അടുത്ത 3 years there are a lot of development happening. വെയിറ്റ് ഫോർ ഇറ്റ്. വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഡെവലപ്മെന്റ് ഹാപ്പനിങ് ഉള്ളത് മറ്റേ പ്രോഗ്രസ് നോക്കുക, നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ നോക്കുക. റെഡി ആവുമ്പോഴേക്കും നിങ്ങൾ ഓൾമോസ്റ്റ്
നല്ലൊരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഏൺ ചെയ്തിട്ടുണ്ടാവും. 50 lakhs ഇന്ന് വാങ്ങിച്ചത് നാളെ 75 ആവണം, അല്ലെങ്കിൽ 67, 69 ആകണം. അവിടെയാണ് നിങ്ങളുടെ പൈസ. സോ യു മെയ്ഡ് അറൌണ്ട് 15 lakh ഓൺ ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ആൻഡ് യു ഷുഡ് നോ ഹൗ ടു എക്സിറ്റ് ഓൾസോ, വിച്ച് ഐ ക്യാൻ ഹെൽപ്പ് യു. നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ യു ആർ കൂൾ. നൗ 3% ആയാലും 3.5% ആയാലും യു ഡോണ്ട് കെയർ, ബിക്കോസ് യു മെയ്ഡ് ഗുഡ് മണി ഇൻ ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഈ ഒരു ഫോർമാറ്റിലേക്ക് നിങ്ങൾ തിങ്ക് ചെയ്യാൻ തുടങ്ങണം. ഇതുപോലുള്ള പോയിന്റ്സ് അറിയാനും ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെന്റ് ടിപ്സ് അറിയാനും ഡെഫിനറ്റ്ലി ഫോളോ റിയൽ എസ്റ്റേറ്റ് വിത്ത് അരുൺ and contact in this number shown. If you are looking for option to invest in Kochi, Dubai, Bangalore and all, definitely contact. We can have a detailed discussion and understand, because this format of investing is not same for everyone. നമുക്ക് ഓരോ ആൾക്കാരുടെയും പ്രൊഫൈൽ, ഓരോ ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈൽ, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാത്തിലും വേരി ചെയ്യും. അവരുടെ പല പ്രിഫറൻസും ഇൻവോൾവ് ആണ്. ദർ ഇസ് ഇമോഷൻ ഇൻവോൾവ് ഇൻ ഹോം ബൈയിങ്. അത് നമുക്ക് നോ പറയാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള ആസ്പെക്റ്റിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി discuss with the right people and then take a decision accordingly. So have a great day.